നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിലേ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ മൂന്നാമത്തെ ഘട്ടം പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് അത് ആപ്പിലായാലും യൂട്യൂബിലായാലും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. ഞാൻ മാക്സിമം ക്ലാസ് 2 പ്ലാറ്റ്ഫോമിലും തരാൻ വേണ്ടി നോക്കും. ആപ്പിലാണെങ്കിൽ നമ്മുടെ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT എല്ലാം അവൈലബിൾ ആണ്. പിന്നെ യൂട്യൂബിൽ ആപ്പിലെ പോലെ എല്ലാ ക്ലാസ്സുകളും ഒന്നും തരാൻ പറ്റത്തില്ല. ആപ്പിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ അടക്കം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ളത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി, ശരിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി, ശരിയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ ഗാനമാണ് ജനഗണ മന. ഇവിടെ ദേശീയ ഗീതം ജനഗണ മന എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പോൾ ആനയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി എന്ന് പറഞ്ഞു. PSC ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏത്? ആന. എന്നാണ് ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത്? 2010 ഒക്ടോബർ മാസം 22-നാണ്. 2010 ഒക്ടോബർ മാസം 22. ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? കേരളം, കർണാടകം, ജാർഖണ്ഡ്. കേരളം, കർണാടകം, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗമാണ് ആന. ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ, ദേശീയ പൈതൃക ജീവി ആന, ദേശീയ നദി ഗംഗ, ഔദ്യോഗിക ഭാഷ ഹിന്ദി, ദേശീയ മുദ്ര സിംഹമുദ്ര, ദേശീയ പക്ഷി മയിൽ, ദേശീയ മൃഗം കടുവ, ദേശീയ ഫലം മാങ്ങ, ദേശീയ പുഷ്പം താമര, ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. അപ്പൊ ഈ ശകവർഷ കലണ്ടർ ആരംഭിച്ച വർഷം ഏതാണ്? 1957 മാർച്ച് മാസം 22. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ റിപ്പബ്ലിക് ഡേ ഓഫർ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആപ്പിലെ എല്ലാ കോഴ്സിനും ഓഫർ ഉണ്ട്. 10% ഓഫർ, 10% ഡിസ്കൗണ്ട് എല്ലാ കോഴ്സിനും കിട്ടുന്നതായിരിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, ജനറൽ PSC, 10th പ്രിലിംസ്, 10th മെയിൻസ്, കമ്പനി LGS, ബെക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മുതലായ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ ഓപ്പൺ ആണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഈ വർഷം നടക്കാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്. 10 മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കും. എല്ലാ കോഴ്സുകളിലും ഫുൾ സിലബസ് കവറേജ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK ഇവയൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എല്ലാ കോഴ്സിനും വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. അതിനോടൊപ്പം ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫർ എന്നോണം 10% ഡിസ്കൗണ്ടും എല്ലാ കോഴ്സുകൾക്കും കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഓഫർ ജനുവരി 26 രാത്രി 12 മണി വരെ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്തോളാം. നിങ്ങളുടെ അഡ്മിഷൻ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ബേസ് ലെവലിലാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോ പോർഷൻസും പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് എല്ലാ ക്ലാസ്സും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഓഫറും അവൈലബിൾ ആണ്. ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. ദേശീയ പക്ഷിയായ മയിൽ എന്നു മുതലാണ് മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത്? 1963. മയിലിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാവോ ക്രിസ്റ്റാറ്റസ് എന്നതാണ്. കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ചതെന്ന 1973. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തേറ ടൈഗ്രിസ്. പാന്തേറ ടൈഗ്രിസ്. അതിനു മുന്നേ സിംഹമായിരുന്നു ദേശീയ മൃഗം. സിംഹത്തിന്റെ ശാസ്ത്രീയ നാമം പാന്തേറ ലിയോ. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ.
കേരളത്തിലെ പ്രധാന നദികളും നീളവുമാണ് എപ്പോഴും ചോദിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. 244 കിലോമീറ്റർ. ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. നീളം 209 കിലോമീറ്റർ. മൂന്നാമത്തെ നദി പമ്പയാണ്. പമ്പയുടെ നീളം 176 കിലോമീറ്റർ. ഈ പറയുന്ന ഓരോന്നും ചോദ്യങ്ങളാണ്. പമ്പയുടെ നീളം 176 കിലോമീറ്റർ. ചാലിയാറിന്റെ നീളമോ 169 കിലോമീറ്റർ. ചാലക്കുടി പുഴയുടെ നീളം 145.5 കിലോമീറ്റർ ആണ്. 145.5 കിലോമീറ്റർ. കടലുണ്ടി പുഴ 130 കിലോമീറ്റർ. ചന്ദ്രഗിരി പുഴയുടെ നീളം 105 കിലോമീറ്റർ ആണ്. ഇനി മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വാളയാറിലാണ് മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക മരം തെങ്ങാണ്. കോക്കോസ് ന്യൂസിഫെറ എന്നതാണ് ശാസ്ത്രീയ നാമം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏത്? തിരുവനന്തപുരം വിമാനത്താവളം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. പെരിയാറിന്റെ നീളം എത്ര? 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം എത്ര? 209 കിലോമീറ്റർ. പമ്പ നദി 176. ചാലിയാർ 169. ചാലക്കുടി പുഴ 145.5. കടലുണ്ടി പുഴ 130. ചന്ദ്രഗിരി പുഴ 105. മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാറിലാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം. കേരളത്തിന്റെ ഔദ്യോഗിക മരം ഏതാണ്? തെങ്ങാണ് കേരളത്തിന്റെ ഔദ്യോഗിക മരം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ അയോധ്യ നഗരം സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി നദിയുടെ തീരത്താണ്. ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ശരിയാണ്. ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. അപ്പൊ കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത്? ഹൂഗ്ലി നദിയുടെ തീരത്ത്. കൊൽക്കത്ത, ഹൗറ എന്നീ നഗരങ്ങൾ ഹൂഗ്ലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗർ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഝലം നദിയുടെ തീരത്താണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. സൂററ്റ്, PSCയുടെ സ്ഥിരം ചോദ്യം, താപ്തി നദിയുടെ തീരത്താണ് സൂററ്റ് സ്ഥിതി ചെയ്യുന്നത്. അയോധ്യ നഗരം സരയൂ നദിയുടെ തീരത്ത്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നിവ സബർമതി നദിയുടെ തീരത്ത്. ആഗ്ര, ഡൽഹി എന്നിവ യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആഗ്ര, ഡൽഹി എന്നിവ യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിജയവാഡ കൃഷ്ണ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. വിജയവാഡ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? കൃഷ്ണ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കറാച്ചിയോ സിന്ധു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കറാച്ചി സിന്ധു നദിയുടെ തീരത്ത്. ഗാന്ധിനഗർ സബർമതി നദിയുടെ തീരത്ത്. ഇനി ഹാൽദിയ ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഹരിദ്വാർ, ഋഷികേശ്, കാൺപൂർ, ഹാജിപൂർ, കനൌജ് എന്നിവ ഗംഗാ നദിയുടെ തീരത്താണ്. വാരണാസി, പാട്ന, അലഹാബാദ് എന്നിവയൊക്കെ ഏത് നദിയുടെ തീരത്താണ്? ഗംഗാ നദിയുടെ തീരത്ത്. ഗുവാഹത്തി, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഗുവാഹത്തി ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി 1888 എന്ന വർഷത്തിന്റെ പ്രത്യേകതകൾ PSC ചോദിച്ച ചോദ്യങ്ങളൊന്ന് നോക്കാം. 1888 കോന്നി റിസർവ് വനം നിലവിൽ വന്ന വർഷം ഏത്? റിപ്പീറ്റിംഗ് ചോദ്യമാണ്. കോന്നി റിസർവ് വനം നിലവിൽ വന്ന വർഷം 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏത്? 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. മലയാള മനോരമ പത്രം ആരംഭിച്ച വർഷം ഏത്? 1888 മലയാള മനോരമ പത്രം ആരംഭിച്ചത്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷം ഏത്? 1888. ഇപ്പൊ കോന്നി റിസർവ് വനം നിലവിൽ വന്ന വർഷം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷം, മലയാള മനോരമ പത്രം ആരംഭിച്ച വർഷം. ഇവയെല്ലാം എത്രയാ? 1888. ഇന്ദുലേഖ എന്ന കൃതി രചിച്ചത് ആര്? O. ചന്തുമേനോനാണ് ഇന്ദുലേഖ എന്ന കൃതി രചിച്ചത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ എഴുതിയത് ആര്? M. മുകുന്ദനാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ എഴുതിയത്. കേരളത്തിലെ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര്? A. B. വാജ്പേയി ആണ് കേരളത്തിലെ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്.
ഏറ്റവും കുറഞ്ഞ കാലയളവ് കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആരായിരുന്നു? CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ ആയിരുന്നു ഏറ്റവും കുറഞ്ഞ കാലയളവ് കേരളം ഭരിച്ച മുഖ്യമന്ത്രി. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി എന്നെഴുതിയ കവി ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത്? പാട്ടബാക്കി. പാട്ടബാക്കി എന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം. അപ്പൊ ഇന്ദുലേഖ എഴുതിയത് O ചന്തുമേനോൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ എഴുതിയത് M മുകുന്ദൻ. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയി. ഏറ്റവും കുറഞ്ഞ കാലയളവ് കേരളം ഭരിച്ച മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. ഇനി 1888 പ്രത്യേകതകൾ. കോന്നി റിസർവ് വനം നിലവിൽ വന്ന വർഷം, മലയാള മനോരമ പത്രം ആരംഭിച്ച വർഷം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷം. അടുത്ത ചോദ്യം, കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇവിടെ ശരിയല്ലാത്തത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യാർകൂടം എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. കേരളത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലം ഏതാണ്? ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. അടിയിൽ ചോദിച്ചാൽ 8842 അടിയാണ്. 2695 മീറ്റർ അടിയിൽ ചോദിച്ചാൽ 8842 അടിയാണ്. ബാക്കിയെല്ലാം ശരി. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം. കേരളത്തിന്റെ കടൽത്തീര നീളം അല്ലെങ്കിൽ കടൽത്തീര ദൈർഘ്യം 580 കിലോമീറ്റർ അല്ലെങ്കിൽ 590 കിലോമീറ്റർ എന്ന് തന്നിരിക്കും. ശരിയാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത്? കുട്ടനാട്. കുട്ടനാട്. അപ്പോൾ കുട്ടനാടിനെ പറ്റി PSC ചോദിക്കുന്ന ഒരു 10ഓളം ചോദ്യം, 10 കൂടുതൽ ചോദ്യം ഒന്ന് ഡിസ്കസ് ചെയ്താലോ? പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത്. കുട്ടനാട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. കേരളത്തിന്റെ നെതർലൻഡ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? കുട്ടനാട്. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? തകഴി ശിവശങ്കര പിള്ളയാണ് കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നത്. കുടിവെള്ളത്തിന് കേരളത്തിലെ ആദ്യത്തെ വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് എവിടെ? കുട്ടനാട്ടിലാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കുട്ടനാട് സ്ഥിതി ചെയ്യുന്ന കായൽ തീരം ഏത്? വേമ്പനാട് കായൽ. വേമ്പനാട് കായൽ. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട കാർഷിക ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ. കുട്ടനാടിൽ ആരംഭിച്ചിരിക്കുന്ന 2 പദ്ധതികൾ ഏതൊക്കെ? തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും. തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? കുട്ടനാടാണ്. കുട്ടനാട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2ഓ 3ഓ മാർക്ക് കിട്ടുന്ന രീതിയിലാണ് എല്ലാ ക്വസ്റ്റ്യനും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് എക്സാം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ 3-4 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ടൈറ്റിൽ അങ്ങനെ തന്നെ കൊടുക്കുന്നത്. 2ഓ 3ഓ മാർക്ക് എന്തായാലും ഷുവറാണ്. ഓക്കെ, അതിൽ കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകളൊക്കെ നടന്നു വരികയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫറും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 1 ഡിസ്കൗണ്ടിലാണ് എല്ലാ കോഴ്സുകളും. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ ഹർഷിതം എഡ്യൂടെക് എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.